നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി മുതൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഇസ്രയേലിനൊപ്പം പശ്ചിമേഷ്യയിൽ കടുത്ത സൈനിക സംഘർഷമാണ് നിലനിൽക്കുന്നത്. വ്യോമാക്രമണങ്ങളും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും കാരണം മേഖലയിലെ എണ്ണ വിപണിയെയും ആഗോള വ്യാപാരത്തെയും ഇത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ആണവ പദ്ധതികളിലെ തർക്കവും പ്രോക്സി യുദ്ധങ്ങളുമാണ് നിലവിലെ സംഘർഷത്തിന്റെ പ്രധാന കാരണം. 2026 ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രയേലും ചേർന്ന് ഇറാനിലെ സൈനിക സർക്കാർ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വ്യോമാക്രമണം ആരംഭിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥരെ എന്നിവരെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടന്നു. ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രയേലിനും US താവളങ്ങൾക്കുമെതിരെ തിരിച്ചടിയും നൽകി. ഹോർമൂസ് കടലിടുക്ക് വഴി ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ എണ്ണ വിപണിയിൽ വലിയ അനിശ്ചിതത്വമാണ് ഉണ്ടാക്കിയത്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായും യുദ്ധം തുടരുമെന്ന സൂചനകളുമാണ് ഇറാൻ സായുധ സേന നൽകുന്നതെന്നാണ് റിപ്പോർട്ട്. ഉപരോധം പിൻവലിക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ സംഘർഷം പശ്ചിമേഷ്യയിലെ സ്ഥിരതയെ കാര്യമായി ബാധിക്കുന്ന ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയായി തന്നെ ഇന്നും തുടരുകയാണ്. ഇറാൻ US യുദ്ധം എന്ന വിഷയത്തിൽ ചരിത്രപരമായും ആധുനിക കാലത്തും നിരവധി സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വളരെ കാലങ്ങളായി ഇറാൻ US സംഘടനകൾ, ഇറാൻ ഇസ്രയേൽ സംഘടനകൾ എന്നിവയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുവശത്തുമുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക തന്ത്രങ്ങൾ കൂടാതെ ആഗോള രാഷ്ട്രീയത്തിൽ ഇതിന്റെ സ്വാധീനം ഇവയെല്ലാം എങ്ങനെയാണെന്ന് നോക്കാം. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം 1979-ൽ നടന്നതോടെ US ഇറാൻ ബന്ധങ്ങൾ തകർന്നുപോയി. പിന്നീട് 1980, 1988 കാലഘട്ടത്തിൽ ഇറാൻ ഇറാഖ് യുദ്ധം നടന്നു. അപ്പോഴും US ഇറാഖിനെയാണ് പിന്തുണച്ചത്. 2000-ൽ ഇറാന്റെ ആണവ പരിപാടി സംബന്ധിച്ച ആശങ്കകൾ ഉയർന്നപ്പോൾ അമേരിക്ക ഇക്കണോമിക് സാങ്കേതിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇറാൻ US യുദ്ധം എന്നുള്ളത് നേരിട്ടുള്ളൊരു യുദ്ധമായിട്ടല്ല, എന്നാൽ സൈനിക സംഘർഷങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക നിയന്ത്രണങ്ങൾ എന്നിവയിലൂടെ പലപ്പോഴും പ്രകടമായിട്ടുണ്ട്. ഈ സംഘർഷങ്ങൾ ഇരുവശത്തുമുള്ള ജനതയ്ക്ക് വലിയ ദുഃഖവും ദുരിതവുമെല്ലാം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ സംഘർഷത്തിൽ ഇടപെടുന്നവരായി മാറിയിട്ടുണ്ട്. കാരണം ഇവർക്ക് ഇറാനുമായി വ്യാപാര ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യാപാര ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ സംഘടനത്തിൽ പലപ്പോഴും ഭാഗമാകേണ്ടി വന്നിട്ടുണ്ട്. ഇറാൻ US യുദ്ധം ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളി തന്നെയാണ്. അതിനാൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്, കൂടുതൽ സമാധാനപരമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. 1979-ൽ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു നിർണായക മാറ്റമാണ് ഉണ്ടാക്കിയത്. ഈ വിപ്ലവം ഷാ മുഹമ്മദ് റസ പല്ലവി ഭരണത്തെ മറികടന്ന് ഇസ്ലാമിക നേതാവായ ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ഭരണഘടനയെ രൂപീകരിക്കാൻ കാരണമായി. വിപ്ലവത്തിന്റെ പ്രധാന കാരണം ഷാ ഭരണത്തിന്റെ അക്രമം, അഴിമതി, സാമൂഹിക അസമത്വം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയായിരുന്നു. ജനങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. വിപ്ലവം ജനങ്ങളുടെ വലിയ പങ്കാളിത്തത്താൽ വിജയിച്ചു. 1979 ഫെബ്രുവരിയിൽ ഷാ രാജ്യത്തെ വിട്ടുപോയപ്പോൾ ഖൊമൈനി ഇറാനിലേക്ക് മടങ്ങി. പിന്നീട് ഇസ്ലാമിക് റിപ്പബ്ലിക് പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഒരു പുതിയ ഭരണഘടനയും നിയമങ്ങളും നടപ്പിലാക്കി. ഈ വിപ്ലവം ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. എന്നാൽ അതിന്റെ ഫലമായി ഇറാനിൽ കർശനമായ മതനിയമങ്ങൾ നടപ്പിലാകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങളെല്ലാം വർദ്ധിച്ചു. രാജ്യത്തിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് പ്രതിസന്ധി നേരിട്ടു. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം ആധുനിക ചരിത്രത്തിലെ പ്രധാന സംഭവമായി മാറി. അതിന്റെ ദീർഘകാല ഫലങ്ങൾ ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. 1980, 1988 കാലഘട്ടത്തിലാണ് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നത്. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ദീർഘകാല സംഘർഷമായിരുന്നു ഇത്. 1980-ൽ ആരംഭിച്ച് 88-ലാണ് അവസാനിക്കുന്നത്. ഈ യുദ്ധം ഇറാഖിന്റെ സദ്ദാം ഹുസൈൻ ഭരണകൂടം ഇറാന്റെ ഇസ്ലാമിക വിപ്ലവത്തെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് ആരംഭിക്കുന്നത്. യുദ്ധത്തിന്റെ പ്രധാന കാരണം അതിർത്തികളിലെ തർക്കങ്ങൾ, എണ്ണക്കിണറുകളുടെ നിയന്ത്രണം, ഇരുവരുടെയും ദേശീയത പ്രശ്നങ്ങൾ ആയി മാറുകയായിരുന്നു. യുദ്ധം ഇരുവശത്തും വലിയ മനുഷ്യനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഏകദേശം 1 അല്ലെങ്കിൽ 2 ദശലക്ഷം ആളുകൾ വരെ മരിച്ചുവെന്ന് കണക്കാക്കുന്നു. ഇറാൻ ഇറാഖ് യുദ്ധം ആഗോളതലത്തിൽ എണ്ണ വിപണിയിലും രാഷ്ട്രീയ സാഹചര്യങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തി.
യുദ്ധം അവസാനിച്ചതിനു ശേഷം ഇരുവശവും സമാധാന കരാറിലെത്തി. എന്നാൽ ഈ സംഘർഷത്തിന്റെ ദീർഘകാല ഫലങ്ങൾ ഇരുവരുടെയും സാമൂഹിക ആർത്ഥിക ഘടനകളിൽ ദൃശ്യമായിരുന്നു. ഈ യുദ്ധം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു ഘട്ടം ആരംഭിച്ചു, രാഷ്ട്രീയ സമരങ്ങൾക്കുള്ള അടിസ്ഥാനം ഒരുക്കുകയും ചെയ്തു. 1980-88 കാലഘട്ടത്തിൽ ഇറാൻ-ഇറാഖ് യുദ്ധം ആഗോള ചരിത്രത്തിലെ ഏറ്റവും രക്തസാക്ഷിയായ യുദ്ധങ്ങളിൽ ഒന്നായി മാറി. യുദ്ധത്തിന്റെ പ്രധാന കാരണം ഇരു രാജ്യങ്ങൾക്കിടയിലെ അതിർത്തി പ്രശ്നങ്ങളും ഇറാനിലെ വിപ്ലവത്തിന്റെ പ്രഭാവം, ഇറാഖിലെ ഷിയ മുസ്ലിമുമാരുടെ സ്വാധീനം എന്നിവയായിരുന്നു. 2000-കളിൽ ഇറാന്റെ ആണവ പരിപാടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടി. ഈ കാലയളവിൽ ഇറാൻ ആണവ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇത് പല രാജ്യങ്ങൾക്കും ആശങ്കകൾക്കും വിമർശനങ്ങൾക്കും കാരണമായി. ഇറാന്റെ ആണവ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കായി ആവശ്യമായ ഊർജം ലഭ്യമാക്കുക എന്നതാണ്. എന്നാൽ ആണവ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു. 2006-ൽ ഇറാൻ ആണവ സമിതിയുടെ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇറാന്റെ മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. 2015-ൽ ഇറാൻ ആണവ കരാറിൽ ഒപ്പുവെച്ചപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഒരവസരം കണ്ടെത്തിയിരുന്നു. എന്നാൽ 2018-ൽ അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറി. ഇതോടെ ഇറാന്റെ ആണവ പരിപാടി വീണ്ടും വിവാദമായി തുടങ്ങി. 2020-ൽ ഇറാൻ തന്റെ ആണവ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചു. ഇത് ആഗോളതലത്തിൽ കൂടുതൽ ആശങ്കകൾക്കും ഭീഷണികൾക്കും കാരണമായി. ഇറാന്റെ ആണവ പരിപാടി, അതിന്റെ ഭാവി, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. ഇറാൻ-US യുദ്ധം ഇപ്പോൾ ഒരു ഗൗരവമായ അന്താരാഷ്ട്ര പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഈ സംഘർഷം പലതരം രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണമായ പ്രതിസന്ധിയായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയും US-ന്റെ സാമ്പത്തിക നിയന്ത്രണങ്ങളും ഈ സംഘർഷത്തിന്റെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. ഇറാൻ പറയുന്നു സാമ്പത്തിക ഉപരോധം മാറ്റണമെന്ന്. അതേസമയം തന്നെ അമേരിക്ക നിഷ്കർഷിക്കുന്നത് ഇറാൻ ഇനി ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കരുത്, അതിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നാണ്. ഈ പറയുന്ന രണ്ട് കാര്യത്തിനും ഈ രണ്ട് രാജ്യങ്ങളും തയ്യാറല്ല. ഇരുവശത്തും ശക്തമായ സൈനിക സന്നാഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തും അമേരിക്കയുടെ ഭാഗത്തും യുദ്ധത്തിന്റെ സാധ്യതയെ ഇത് വളരെയധികം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയായി ഇപ്പോൾ ഇറാൻ-അമേരിക്ക യുദ്ധം മാറിയിരിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ കഠിനമായിരിക്കുമ്പോൾ സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമങ്ങൾ തുടരേണ്ടതാണ്. ഈ സാഹചര്യത്തിൽ ലോകം മുഴുവൻ ഈ സംഘർഷത്തിന്റെ ഫലങ്ങൾക്കായി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ, സുരക്ഷാ സാഹചര്യങ്ങളെ, കൂടാതെ മനുഷ്യാവകാശങ്ങളെ എല്ലാം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അവസാനം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. കാരണം ഇറാൻ വീണ്ടും വീണ്ടും മുറുകി വരിക തന്നെയാണ്. അതേസമയം തന്നെ ട്രംപ് അയയാനും തയ്യാറല്ല. അഥവാ ഇനി ട്രംപ് കുറച്ചയഞ്ഞാൽ ഇറാൻ അതേ സമയത്ത് തന്നെ മുറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ യുദ്ധം ലോക ശ്രദ്ധയും മുഴുവൻ ഇപ്പോൾ ഇതിലേക്ക് തന്നെ, ലോകം മുഴുവൻ ശ്രദ്ധയും ഇതിലേക്ക് തന്നെ ഊന്നിയിരിക്കുകയാണ്. ഇതിന്റെ അവസാനം എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഒരിക്കലും ഇത് മാറാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ലോകരാജ്യങ്ങൾക്കുള്ളത്. കൂടുതൽ ചരിത്ര കാര്യങ്ങളുമായിട്ട് വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.